ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കലൊരു ബാലൻ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാറ്റുപിടിച്ച് ആ പട്ടം കുതിച്ചുയർന്നു. അല്പം കഴിഞ്ഞപ്പോൾ കാഴ്ചയിൽ നിന്നും അത് അപ്രത്യക്ഷമായി. നേരം ഏറെ വൈകി. പട്ടം കാണുന്നതേയില്ല. എങ്കിലും അതിൽ കെട്ടിയിരുന്ന നൂലിൻ്റെ അറ്റത്ത് അവൻ മുറുകെ പിടിച്ചിരുന്നു. ഇതുകണ്ട പ്രായമുള്ള ഒരാൾ ചോദിച്ചു, കുഞ്ഞെ, നീ എന്തിനാണ് മുകളിലേക്ക് നോക്കുന്നത്? നിന്റെ പട്ടം കാണുന്നില്ലല്ലോ. ബാലൻ പറഞ്ഞു, എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ വലിവ് ഈ നൂലിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പട്ടം അവിടെ തന്നെയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ബാലൻ്റെ മറുപടിയിൽ മഹത്തായ ഒരു സത്യമുണ്ട്. ദൈവത്തെ ആർക്കും ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ദൈവത്തെ കാണാൻ കഴിയാതെ വരുമ്പോൾ പലരും നിരാശരായിത്തീരുന്നു. വിഷാദത്തിൻ്റെ പിടിമുറുകുമ്പോൾ അവർ ദൈവനിഷേധികളായി മാറുകയും ചെയ്യുന്നു. പട്ടം കാണുന്നില്ലെങ്കിലും അത് നഷ്ടമായില്ല എന്ന് ബാലന് ഉറപ്പുണ്ടായിരുന്നു. അതിൻ്റെ ചലനം അത് ബന്ധിച്ചിരുന്ന ചരടിൽ കൂടി അവൻ മനസ്സിലാക്കി. ദൈവത്തോട് നേരിട്ട് ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ പ്രതികൂലത്തിൻ്റെ നടുവിൽ അനുകൂല സാഹചര്യങ്ങളെ കണ്ടെത്താനാവൂ. അങ്ങനെയുള്ളവർക്ക് തകർച്ചയുടെ ഊടുവഴികളിൽ കൂടി മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ ദൈവമെന്ന യാഥാർത്ഥ്യം അനുഭവവേദ്യമായി തീരും. അടുത്ത കാൽവെപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല. എന്നാൽ ഒന്നു പറയുവാൻ കഴിയും, ദൈവം കൂടെയുണ്ട്. നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കും. നമുക്ക് വേണ്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം. നമുക്ക് വേണ്ടതിൽ ഒരു കുറവും അവിടുന്ന് വരുത്തില്ല. വിശ്വാസ പ്രമാണങ്ങൾ നാം ഉരുവിട്ടേക്കാം. അവയെക്കുറിച്ചുള്ള വേദസാര അറിവുകൾ പറയുവാനുള്ള പ്രാഗൽഭ്യവും നമുക്കുണ്ടാകാം. എന്നാൽ ദൈവത്തിലുള്ള സംശയരഹിതമായ വിശ്വാസമാണ് നമ്മിൽ പ്രധാനമായും ഉണ്ടാകേണ്ടത്. ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴെന്നോ എങ്ങനെയെന്നോ നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും തക്ക സമയത്ത് ദൈവം നമ്മുടെ സഹായത്തിന് എത്തുമെന്നുള്ളത് നിസ്സംശയമാണ്. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്.